34. അവൻ അവളോട്, മകളെ, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു, സമാധാനത്തോടെ പോയി ബാധ ഒഴിഞ്ഞ് സ്വസ്ഥയായിരിക്കുക എന്ന് പറഞ്ഞു. യേശു ചെയ്ത അത്ഭുതങ്ങൾ ആണ് നാം ചില ആഴ്ചകളായി ധ്യാനിച്ചുകൊണ്ടിരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ഈ അത്ഭുതങ്ങൾ മത്തായിയും മർക്കോസും ലൂക്കോസും മാത്രം രേഖപ്പെടുത്തിയിരിക്കുന്നു. യോഹന്നാൻ ഇത് ഒഴിവാക്കിയിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഒരു സ്ത്രീ യേശുക്രിസ്തുവിൻ്റെ തൊങ്ങലിൽ തൊട്ട് സൗഖ്യം പ്രാപിക്കുന്നതാണ് ഇതിലെ പ്രമേയം. ഹല്ലേലൂയ. 3 സുവിശേഷത്തിലും ഇവളുടെ രോഗത്തിൻ്റെ ആണ്ട് വർഷം രേഖപ്പെടുത്തിയിരിക്കുന്നു. 12 വർഷം എന്നുള്ളത് വളരെ കൃത്യമായി 3 സുവിശേഷത്തിലും ഉണ്ട്. എന്ന് പറഞ്ഞാൽ 1 പതിറ്റാണ്ടിലധികമായി ചുമക്കുന്ന, കൊണ്ടു നടക്കുന്ന, സഹിക്കുന്ന രോഗമാണ് ഇവൾക്ക് ഉള്ളത്. എല്ലാ രോഗങ്ങളും ദീർഘകാലത്തേക്കുള്ളതല്ല. ചിലത് ഒരു ദിവസം കൊണ്ട് മാറും, നാളെ നേരം വെളുക്കുമ്പോൾ സൗഖ്യം. ചിലത് ഒരാഴ്ചത്തെ ട്രീറ്റ്മെൻറ്റ് കഴിയുമ്പോൾ സൗഖ്യം. മറ്റു ചിലത് 1 മാസത്തെയോ 1 വർഷത്തെയോ ചികിത്സ കൊണ്ട് സമ്പൂർണമായ സൗഖ്യം ഉണ്ടാകും. പക്ഷേ ഈ വേദഭാഗം നാം വായിക്കുമ്പോൾ ഒരു പതിറ്റാണ്ടിലധികമായി 12 വർഷമായി ഇവൾ ഈ രോഗം ചുമക്കുകയാണ്. വേറൊരു വിധത്തിൽ പറഞ്ഞാൽ ബാധ ചുമക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. അപ്പം നമ്മളൊരു കാര്യം ഓർത്തിരിക്കണം, എല്ലാവരുടെയും അവസ്ഥ വ്യത്യസ്തമാണ്. ഇവൾ 12 കൊല്ലം ചുമന്നെങ്കിൽ പക്ഷപാതക്കാരൻ 38 കൊല്ലമായി ചുമക്കുക. ഹലോ. അപ്പോൾ അവരെ തമ്മിൽ ഒന്ന് കമ്പയർ ചെയ്താൽ മറ്റവൻ്റെ ജീവിതം ഏതാണ്ട് സിംഹഭാഗവും, ജീവിതത്തിൻ്റെ സിംഹഭാഗവും അവൻ ഈ രോഗം ചുമക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. സ്തോത്രമൊക്കെ പറയാം കേട്ടോ. വല്ല മുത്തുവെല്ലാം താഴെ വീഴുന്നെങ്കിൽ നമുക്ക് പിറക്കാം. ഹല്ലേലൂയ, സ്തോത്രം. ഈ രോഗത്തിൻ്റെ പ്രത്യേകത, അക്കോർഡിംഗ് ടു ദ ജൂയിഷ് ലോ, ഷീ വാസ് ആൻ അൺക്ലീൻ വുമൺ. ഇവൾ അശുദ്ധയായ ഒരു സ്ത്രീയാണ്. യഹൂദ പാരമ്പര്യം അനുസരിച്ച് അശുദ്ധയാണ്. ചില രോഗങ്ങൾ ചിലരെ അശുദ്ധരാക്കുന്നു. ഹലോ. രോഗമുള്ളവരെല്ലാം അശുദ്ധരല്ല. പക്ഷെ ചില രോഗങ്ങൾ ന്യായപ്രമാണപ്രകാരം അവരെ അശുദ്ധരാക്കും. പ്രൈസ് ദി ലോർഡ്. സാമൂഹികമായും മതപരമായും അവർ ഒരു ഏകാന്തത അനുഭവിക്കുന്നവരാണ്. ഇംഗ്ലീഷിൽ അതിൻ്റെ ഒരു പ്രയോഗം പറഞ്ഞിരിക്കുന്നത് മരിറ്റൽ ഐസൊലേഷൻ എന്നാണ്. അതിൻ്റെ ഒരു വിശദീകരണം ഞാൻ നോക്കിയപ്പോൾ സൈലൻറ്റ് ഡിവോഴ്സ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. നിശബ്ദമായ വിവാഹമോചനം, ഏകാന്തത, ഒറ്റപ്പെടൽ, സ്തോത്രം, മാറ്റി നിർത്തൽ, ഇങ്ങനെയാണ് അതിൻ്റെ വിശദീകരണം. സൈലൻ്റാണ് എന്ന് പറഞ്ഞാൽ ഇത് വേറെ ആർക്കും അറിയത്തില്ല എന്നർത്ഥം. അവൾ സമൂഹത്തിലാണെങ്കിലും അവൾ സമൂഹത്തിൻ്റെ ഭാഗം അല്ല, അവൾ ഒറ്റപ്പെട്ടവളാണ്. മനസ്സിലാവുന്നുണ്ടോ? ചിലരിങ്ങനെയാണ്. കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞതുപോലെ സഞ്ചരിക്കുന്ന അഗ്നിപർവ്വതങ്ങളായി അവൾ രോഗം ചുമന്നുകൊണ്ട്, പാപം ചുമന്നുകൊണ്ട്, പരാജയം ചുമന്നുകൊണ്ട്, ഹല്ലേലൂയ, ഭയം ചുമന്നുകൊണ്ട്, വേദന ചുമന്നുകൊണ്ട് നടക്കുന്ന ഒത്തിരി ആളുകൾ ഭൂമിയിലുണ്ട്. ഇന്ന് പകൽ ഈ സന്ദേശം
ഹല്ലേലൂയ. മാധ്യമങ്ങളിലൂടെ ശ്രദ്ധിക്കുന്നവരോട് പറയാം, നിന്റെ ഒറ്റപ്പെടൽ അറിയുന്ന, നിന്റെ ഡിവോഴ്സ് അറിയുന്ന, നിന്റെ ഐസൊലേഷൻ അറിയുന്ന, നിന്റെ ലോൺലിനെസ് അറിയുന്നൊരു ദൈവമുണ്ട്. യേശുവിന് നിന്റെ ഏകാന്തത അറിയാം. നീ അവനെ വിശ്വസിച്ചാൽ, അവനോട് പ്രാർത്ഥിച്ചാൽ, അവനിൽ ആശ്രയിച്ചാൽ, അവൻ നിനക്ക് രക്ഷകനായി പരിഹാരകനായി ഇറങ്ങി വരുന്ന ദൈവമാണ്. ഹല്ലേലൂയ. ലേവ്യ പുസ്തകം 15-ാം അധ്യായം 25 മുതൽ 27 വരെയുള്ള വാക്യങ്ങളാണ് ഇവളെ അശുദ്ധയായി പ്രഖ്യാപിക്കുന്നത്. ലേവ്യ 15-ന്റെ 25 മുതൽ 27 വരെ നമുക്കത് വായിക്കണം എന്നില്ല. പ്രൈസ് ദി ലോർഡ്. ന്യായപ്രമാണം ബ്ലീഡിംഗ് ഉള്ള സ്ത്രീയെ, രക്തസ്രാവക്കാരത്തിയെ അശുദ്ധയാക്കി മാറ്റിയിരിക്കുന്നു. സ്തോത്രം. ഇനി ആരെങ്കിലും ഇവളെ തൊട്ടാൽ തൊടുന്നവനും അശുദ്ധനാകുന്നു. അതാണ് ഈ പ്രമാണത്തിൻ്റെ പ്രത്യേകത. പ്രൈസ് ദി ലോർഡ്. ഹലോ, പിടിയിടുന്നുണ്ടോ? ശവത്തെ തൊട്ടാൽ അശുദ്ധനാകുമെന്ന് നമുക്കറിയാം. പക്ഷെ ഇവൾ ശവമല്ല. ആമേൻ. അവൾക്ക് ജീവനുണ്ട്. പക്ഷെ ഇവളിൽ വ്യാപരിക്കുന്ന ദൈവഹിതമല്ലാത്ത ചില ബാധകളാലുള്ള ബ്ലീഡിങ് അവളെ അശുദ്ധമാക്കുന്നു എന്ന് മാത്രമല്ല, അവളെ തൊടുന്നവരും അശുദ്ധരാക്കും. ആമേൻ. അതുകൊണ്ടാണ് ആരും അറിയാതെ വന്ന് തൊടുന്നത്. ഇനി അതിലേക്ക് ഞാൻ താഴോട്ട് വരാം, വായിക്കാം. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഇന്ന് പകൽ നമ്മൾ ചിന്തിക്കേണ്ടത്, അവൾ പല വൈദ്യന്മാരാലും ഏറിയൊന്ന് സഹിച്ചു. ആമേൻ. ഓൾ ഡോക്ടേഴ്സ് ആർ ഫെയിൽഡ് ഇൻ ദിസ് കേസ്. എല്ലാ ഡോക്ടർമാരും ഈ കേസിൽ പരാജയപ്പെട്ടു. ആമേൻ. അവർ പരാജയപ്പെട്ടെന്ന് മാത്രമല്ല, ഇവൾ സഹിക്കേണ്ടിയും വന്നു. ഇവളീ സഹിക്കേണ്ടി വരിക എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാമോ? ഈ അവർ പറയുന്നത് ഇവൾ ചെയ്യുന്നുണ്ടെങ്കിലും ഇതിൻ്റെ റൂട്ട് കണ്ടുപിടിക്കാൻ ഇവർക്ക് കഴിയുന്നില്ല. മനസ്സിലാവുന്നുണ്ടോ? എൻ്റെ പഴയ പറഞ്ഞാൽ എൻഡോസ്കോപ്പി ചെയ്യുന്നുണ്ട്, പക്ഷേ സ്ക്രീനിൽ എന്താണെന്ന് തെളിയുന്നില്ല. CT യും MRI-യും ആൻജിയോഗ്രാമും ഒക്കെ നടക്കുന്നുണ്ട്, എക്കോയും ഒക്കെ നടക്കുന്നുണ്ട്, പക്ഷെ എന്താണെന്ന് തെളിയുന്നില്ല. ഒരു കാര്യം ഞാൻ പറയാം, എല്ലാം രോഗാത്മാവിനാലല്ല, പൈശാചിക മണ്ഡലങ്ങളാൽ ചിലതുള്ളതാണെങ്കിൽ ആമേൻ സ്തോത്രം ടെക്നീഷ്യന് അവൻ്റെ ആമേൻ സ്തോത്രം മെഷീനിലൂടെ അതിൻ്റെ റിപ്പോർട്ട് കൊടുക്കാൻ പറ്റത്തില്ല. പക്ഷേ അതിനകത്ത് തെളിയാത്തത് ആത്മക്കണ്ണുള്ളവന് തെളിയും. പരിശുദ്ധാത്മാവിൻ്റെ സ്ക്രീനിൽ അത് വെളിപ്പെടും, വെളിപ്പാടിനകത്തത് വെളിപ്പെടും. യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് പകൽ ചിലത് മറയ്ക്കുന്നത്, മറയുന്നത്, വെളിപ്പെടാത്തത്, മറഞ്ഞു കിടക്കുന്നത് യേശുവിൻ്റെ നാമത്തിൽ തെളിഞ്ഞു വരട്ടെ. ചിലത് തെളിയാതെ ചിലതിനെ കാർന്ന് തിന്നുകൊണ്ടിരിക്കുക. ചിലത് തെളിയാതെ ചിലതിനെ കാർന്ന് തിന്നുകൊണ്ടിരിക്കുക. ശ്രദ്ധിക്കണേ. എന്നാൽ തെളിഞ്ഞാൽ അതിനകത്തൊരു വിടുതലുണ്ട്. തെളിഞ്ഞാൽ ട്രീറ്റ്മെൻറ്റ് ചെയ്യാം, തെളിഞ്ഞാൽ മരുന്ന് ഉപയോഗിക്കാം. പക്ഷേ ചില പിശാച് ചിലത് തെളിച്ചു തരത്തില്ല. അടകപലരകന് ചിലതിൻ്റെ 4th സ്റ്റേജിൽ കൊണ്ടെത്തിച്ചിട്ട് ആളിനെ തകർക്കാൻ പോരാടും. ഇന്ന് പകൽ തെളിഞ്ഞു വരേണ്ടത്. ആമേൻ. ആത്മക്കണ്ണുള്ളവർക്ക് തെളിഞ്ഞു വരട്ടെ, ആരാധിക്കുന്നവന് തെളിഞ്ഞു വരട്ടെ. ഹല്ലേലൂയ. അവൾ മുതലെല്ലാം വിറ്റ് വൈദ്യന്മാർക്ക് കൊടുത്തു. അപ്പോൾ ഡോക്ടേഴ്സ് എല്ലാം പരാജയപ്പെട്ടു. ഷീ സ്പെൻഡ് ഓൾ ഹിസ് മണി എന്നാണ്. അവൾ മുതലെല്ലാം വിറ്റ് വൈദ്യന്മാർക്ക് കൊടുത്തു. സ്തോത്രം. ചിലപ്പോൾ ദശാംശം കൊടുക്കാൻ മടിയാണേലും വൈദ്യന്മാർ കൊടുത്തു. സ്തോത്രാഴ്ചയിടാൻ മടിയാണേലും വൈദ്യന്മാർ കൊടുത്തു. ഹലോ, സ്തോത്രം. വീട്ടിൽ പ്രാർത്ഥന നടത്താൻ മടിയാണെങ്കിലും വൈദ്യന്മാർ കൊടുത്തു.
ഹല്ലേലൂയ. ദൈവമക്കൾക്ക് അബദ്ധം പറ്റരുത്. ദൈവത്തിന് കൊടുക്കേണ്ടത് ദൈവത്തിന് കൊടുത്തോണം. മറ്റൊരുടെ തല്ല് ദശാംശം അടയ്ക്കേണ്ടത് ദൈവത്തിൻ്റെ ആലയത്തിലാണ്. ഹല്ലേലൂയ. ഇത് ആരും കുത്തിന് പിടിക്കത്തില്ല. പാസ്റ്ററും കുത്തിന് പിടിക്കത്തില്ല, കമ്മിറ്റിക്കാരും കുത്തിന് പിടിക്കത്തില്ല. പക്ഷെ ദൈവം കുത്തിന് പിടിക്കും. കാരണം ദൈവത്തിനുള്ളത് നീ എടുക്കരുത്, ഞാൻ എടുക്കരുത്. ആമേൻ. സന്തോഷം പോകരുത്. അല്ലെങ്കിലും എനിക്ക് ശമ്പളമാണ്, അതുകൊണ്ട് നിങ്ങൾക്കറിയാമല്ലോ ഞാൻ ദശാംശം പ്രസംഗിക്കുന്നതുകൊണ്ട് പ്രത്യേകിച്ച് എനിക്ക് ഗുണമൊന്നും വരത്തില്ല. ഫിക്സഡ് സാലറിയാണ്, പിന്നെ കൊടുത്താൽ നിങ്ങൾക്ക് കിട്ടും. ഒന്നുകൂടെ ചേർന്ന ദൈവത്തെ സ്തുതിച്ചാട്ട് ഹല്ലേലൂയ എന്ന് പറഞ്ഞാൽ ഞാൻ ഇങ്ങനെ പറയാം, ദൈവത്തിനുള്ളത് ദൈവത്തിനും കൈസർക്കുള്ളത് കൈസർക്കും കൊടുക്കണം. കൈസർ അവകാശം പറയരുത്, സാത്താൻ അവകാശം പറയരുത്. നീ ദൈവത്തിന് കൊടുത്തിട്ട് എന്താ ഇത് വന്നതെന്ന് ചോദിച്ചാൽ ഭാരപ്പെടരുത്. അതിൻ്റെ ഉത്തരവാദി ദൈവമാ, പക്ഷെ മറ്റേതിന് ഉത്തരവാദി ദൈവമല്ല. ചേർന്ന് ദൈവത്തെ സ്തുതിക്കണേ. ആമേൻ. അവള് തൻ്റെ പണമെല്ലാം വൈദ്യന്മാർക്ക് കൊടുത്തു. സ്തോത്രം. അവിടെ നമ്മൾ വായിക്കുന്നത് അവൾ പരവശയായി തീർന്നെന്ന്. ഷീസ് ഫിസിക്കലി ഡ്രെയിൻഡ്. അവൾ പരവശയായി തീർന്നു. ആമേൻ. ഈ പരവശയാകാൻ എന്ന് പറഞ്ഞാൽ എന്തോ ചെയ്യണമെന്നറിയത്തില്ല. അതാണ് അതിൻ്റെ ഒരു ശരിയായ അർത്ഥം. വെള്ളം കുടിക്കണോ, ജ്യൂസ് കുടിക്കണോ? സ്തോത്രം. ഹല്ലേലൂയ. വീട്ടിൽ തന്നെ നിന്നാ മതിയോ? ബിലീവേഴ്സിൽ പോണോ? സ്തോത്രം. അതോ ഇവിടെ റാന്നി മർത്തോമായി തന്നെ പോയാൽ മതിയോ? മോനോട് പറയണോ, മോളോട് പറയണോ? എന്തോ ചെയ്യണമെന്നറിയാതെ തീരുമാനമെടുക്കാൻ കഴിയാതെ ഡ്രൈ ആകുന്ന ഒരു സിറ്റുവേഷനാണ് ഡ്രൈൻഡ്. അവൾ പരവശയായി തീർന്നു എന്ന് പറയും. ഇന്ന് പകൽ ചില പോരാട്ടങ്ങൾ നിന്നെ പരവശയാക്കി മാറ്റാൻ നോക്കും. എന്താ പറയുക? ദൂതാണ്. ചിലർ ഏറ്റെടുത്തോണം. ആത്മാവിൽ ചില പോരാട്ടങ്ങൾ, ചില ബാധകൾ. ഇവളെ ബാധിച്ചിരിക്കുന്ന രോഗം മാത്രമല്ല, ബാധയാണ്. അതെന്ത് ചെയ്യണമെന്നറിയാതെ നിന്നെ പരവശയാക്കും. യേശുവിൻ്റെ നാമത്തിലാണ്. നിന്നോട് അടുക്കരുത്, നിന്റെ തലമുറയോട് അടുക്കരുത്, നിന്റെ നന്മയോട് അടുക്കരുത്, നിന്റെ അവകാശത്തോട് അടുക്കരുത്, നിനക്കുള്ളതിനോട് അടുക്കരുത്. നിന്റെ ലക്ഷ്യം തെറ്റിക്കുന്ന, ആമേ സ്തോത്രം, നിന്നെ പരവശയാക്കുന്ന, നിന്നെ പരവശനാക്കുന്ന ചില മണ്ഡലങ്ങൾ, അത് പൈശാചികമാണ്, അത് ദൈവീകമല്ല. ആമേൻ. സ്തോത്രം. ഹല്ലേലൂയ. ആ ഒരു പശ്ചാത്തലത്തിൽ നിൽക്കുമ്പോഴാണ് ആ സ്ത്രീ യേശുവിൻ്റെ വർത്തമാനം കേട്ടു. മർക്കോസ് പറയുന്നത് ഒരു സ്ത്രീ യേശുവിൻ്റെ വർത്തമാനം കേട്ടുവെന്നാണ്. സ്തോത്രം. ഒരു സ്ത്രീ മാത്രമല്ല, 1000 സ്ത്രീകൾ കേട്ട് കാണും. പക്ഷെ എല്ലാ സ്ത്രീകളും യേശുവിൻ്റെ അടുക്കൽ വരുന്നില്ല. എല്ലാ പുരുഷന്മാരും യേശുവിൻ്റെ അടുക്കൽ വരുന്നില്ല. ഇന്നത്തെ നമ്മുടെ കൺവെൻഷനിൽ 2 ദൈവദാസന്മാരും ക്രൂശ് പ്രസംഗിച്ചു. അവരെ രക്ഷിക്കാൻ അവരുടെ കൈയൊന്നുയർത്താൻ ആഹ്വാനം കൊടുത്തു. പക്ഷെ ഒരെണ്ണം പോലും മാനസാന്തരപ്പെടാത്തത് കൈ ഉയർത്തിയില്ല. കണക്ക് അവരും ദൈവം തമ്മിൽ തീർത്തോളും. നമ്മൾ ചെയ്യാനുള്ളത് ചെയ്യുക. അപ്പോൾ ഒരു സ്ത്രീ അല്ല, 1ലധികം സ്ത്രീകൾ അവിടെ ഉണ്ടായിരുന്നു. പക്ഷേ അവർക്ക് യേശുവിനെ വേണ്ട. പക്ഷേ ഈ സ്ത്രീക്ക് യേശുവിനെ വേണം. ഞാൻ പറയുന്നത് തോന്നുന്നു മനസ്സിലാവുന്നുണ്ടോ? നമ്മൾ നമ്മുടെ കടപ്പാടുകൾ തീർക്കുകയാ. ഒരുത്തനൂടെ രക്ഷിക്കപ്പെടാൻ, ഒരാളൂടെ സ്നാനപ്പെടാൻ, ഒരാളുകൂടെ ദൈവസഭയുടെ ഭാഗമായി മാറാൻ, യേശുവിൻ്റെ വരവെങ്കിൽ ഒരാളുകൂടെ ഈ മർത്യമായ ശരീരം വിട്ട് അമർത്യതയിലേക്ക് കയറാൻ, ഈ ക്ഷയമുള്ള ശരീരം വിട്ട് അക്ഷയമായതിലേക്ക് കയറാൻ, ഈ നശ്വരമായ ശരീരം വിട്ട് അനശ്വരമായതിലേക്ക് കയറാൻ അവസരമൊരുക്കുന്ന സുവിശേഷത്തിൻ്റെ വിളംബരമാണ് നാം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഒരു പരമ്പര എന്നതുപോലെ. ഹലോ, ഒന്ന് ചേർന്ന കർത്താവിനെ സ്തുതിക്കാമോ? ഞങ്ങൾ എൻ്റെയുമായി 11ാമത്തേതാണ് ഇവിടെ നടത്തിയത്. സ്തോത്രം. എന്തിനാണ്? കാശിൻ്റെ അഹങ്കാരം കൊണ്ടല്ല. പിന്നെ സ്തോത്രം, ചിലരോടെങ്കിലും മാനസാന്തരപ്പെടാൻ വേണ്ടിയാണ്.
പിടികിട്ടുന്നുണ്ടോ? ഹല്ലേലൂയ. അപ്പോൾ ഒരു സ്ത്രീ യേശുവിൻ്റെ വർത്തമാനം കേട്ടു എന്നാണ്. സ്തോത്രം. ഷീ ഹേർഡ് അബൌട്ട് ജീസസ്. അവൾ യേശുവിനെ കുറിച്ച് കേട്ടു. സോക്രട്ടീസിനെ കുറിച്ച് നമ്മൾ ഇന്നലെ കേട്ടു. മരണഭയം കൂടാതെ വിഷം കുടിച്ചയാളാണ് സോക്രട്ടീസ്. സോക്രട്ടീസും പ്ലേറ്റോയും അരിസ്റ്റോട്ടിലും തത്വജ്ഞാനത്തിൻ്റെ തറവാട്ടിലെ കിരീടം വെക്കാത്ത 3 രാജാക്കന്മാരാ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അവരെല്ലാം ആമേൻ ഗുരുശിഷ്യന്മാരാണ്. പക്ഷേ വിഷം കുടിച്ചാണ് ആ മനുഷ്യൻ മരിക്കേണ്ടി വന്നത്. ലോകം ഇന്നും സോക്രട്ടീസിനെ ആദരിക്കും, അദ്ദേഹത്തിൻ്റെ ഫിലോസഫിയെ ആദരിക്കും. പ്ലേറ്റോയുടെ ആമേൻ സ്തോത്രം ഫിലോസഫി, ഹല്ലേലൂയ, ആമേൻ ഐഡിയ ഈസ് ഗ്രേറ്റ് എന്നാണ്. ആശയമാണ് ഏറ്റവും വലുത്. ആശയത്തെ നശിപ്പിക്കാൻ പറ്റത്തില്ല. സ്തോത്രം. ഈ ആമേൻ പുൾപ്പിറ്റ് മനുഷ്യൻ്റെ ഹൃദയത്തിൽ വന്ന ആശയമാണ്, അത് പുൾപ്പിറ്റായി മാറി. ഈ മേശ മനുഷ്യൻ്റെ ഹൃദയത്തിൽ വന്ന ആശയമാണ്, അത് ആമേൻ മേശയായി പണിയപ്പെട്ടു. ഈ ആലയം ഒരു മനുഷ്യൻ്റെ ഹൃദയത്തിലുണ്ടായ ആശയമാണ്, അതൊരാലയമായി പണിയപ്പെട്ടു. അതുകൊണ്ട് ലോകത്തിൽ ഏറ്റവും മെച്ചമായത് ഐഡിയ ആണ്. ഐഡിയ ഈസ് ഗ്രേറ്റ്. അത് പറഞ്ഞയാളാണ് ആര്? സ്തോത്രം പ്ലേറ്റോ. അവൻ അദ്ദേഹത്തിൻ്റെ ശിഷ്യനാണ്. ഇവിടെ ചേർന്ന് ദൈവത്തെ സ്തുതിച്ചാട്ടോ. ഹല്ലേലൂയ. പക്ഷേ സോക്രട്ടീസിന് സൗഖ്യം വരുത്താൻ കഴിയത്തില്ല. പ്ലേറ്റോയ്ക്കും അരിസ്റ്റോട്ടിലിനും സൗഖ്യം കൊടുക്കാൻ കഴിയത്തില്ല. ലോകത്തിലെ ഒരു രാജാവിനും ഒരു നേതാവിനും സ്തോത്രം ഒരു അവതാര പുരുഷനും സൗഖ്യം വരുത്താൻ കഴിയത്തില്ല. അടിസ്ഥാനപരമായ സൗഖ്യം, ആത്മരക്ഷ യേശുക്രിസ്തുവിന് മാത്രം നൽകാൻ കഴിയുന്നതാണ്. അതുകൊണ്ട് യേശുവിനെ കേൾക്കുന്നത്, യേശുവിൻ്റെ വചനം കേൾക്കുന്നത് വിശ്വാസിക്കും അവിശ്വാസിക്കും ഒരുപോലെ വിടുതലാണ്. ആമേൻ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ആമേൻ. വിശ്വാസം കേൾവിയാലും കേൾവി ക്രിസ്തുവിൻ്റെ വചനത്താലും വരുന്നു. അപ്പോൾ യേശുവിനെ കുറിച്ച് കേട്ടപ്പോൾ ആമേൻ ഇവരുടെ അകത്ത് വിശ്വാസം വന്നു. എന്ത് വന്നു? നമുക്ക് എത്ര കേട്ടാലും ഒരു വിശ്വാസവും വരത്തില്ല. ശങ്കരൻ പിന്നെയും കോക്കനറ്റേല. പിടികിട്ടുന്നുണ്ടോ? നിനക്ക് വേണ്ടി വഴി തുറക്കുമെന്ന് പറഞ്ഞാലും, ആമേ 2026 അത്ഭുതം ചെയ്യുമെന്ന് പറഞ്ഞാലും, ഹലോ സ്തോത്രം, ദൈവം നിന്റെ ശിരസ്സുയർത്തുമെന്ന് പറഞ്ഞാലും, കർത്താവ് നിന്നെ സൗഖ്യമാക്കാൻ ശക്തനാണെന്ന് പറഞ്ഞാലും ചില ആളുകൾക്കൊന്നും വിശ്വാസം വ്യാപരിക്കത്തില്ല. ഇന്ന് പകൽ നിന്റെ സൗഖ്യത്തിൻ്റെ ബേസ് വിശ്വാസമാണ്. നിന്റെ വിടുതലിൻ്റെ അടിസ്ഥാനം യേശുവിനുള്ള വിശ്വാസമാണ്. വഴി തുറക്കുന്നത് അവിടുത്തെ വിശ്വാസത്താലാണ്. അകത്തൊന്ത് വ്യാപരിക്കണം? പറ. വിശ്വാസം വ്യാപരിക്കണം. വിശ്വാസം വ്യാപരിക്കണം. ഹല്ലേലൂയ. വിശ്വാസം വ്യാപരിക്കാത്ത എബ്രായ ക്രിസ്ത്യാനികളെല്ലാം പിന്മാറ്റത്തിലേക്ക് പോകാൻ തുടങ്ങി. അവരറിഞ്ഞ യേശുവിനെ തള്ളിപ്പറയാൻ തുടങ്ങി. ഹല്ലേലൂയ. അപ്പോൾ എഴുത്തുകാരൻ പറഞ്ഞു, ദേ അബ്രഹാമിനെ നോക്ക്, ഇസഹാക്കിനെ നോക്ക്, യാക്കോബിനെ നോക്ക്, നോഹയെ നോക്ക്, ഹല്ലേലൂയ, രാഹാബിനെ നോക്ക്, ശിംശോനെ നോക്ക്, ശമൂവേലിനെ നോക്ക്, ഇബ്താഹിനെ നോക്ക്. അവരെല്ലാം വിശ്വസിച്ചാണ് വിടുതലേറ്റെടുത്തത്. വിശ്വാസത്താൽ അബ്രഹാം തലമുറയെ ആമെ പ്രാപിച്ചു, പുത്രോത്പാദനത്തിന് ശക്തി പ്രാപിച്ചു. വിശ്വാസത്താൽ നോഹ പെട്ടകം പണിത്, വിശ്വാസത്താൽ ഇബ്രായ ബാലന്മാർ തീയുടെ ബലം കെടുത്തി, വിശ്വാസത്താൽ രാഹാബ് ഒറ്റുകാരെ ഒളിപ്പിച്ചു, വിശ്വാസത്താൽ ഹാബേൽ യാഗം കഴിച്ചു, വിശ്വാസത്താൽ പ്രൈസ് ദി ലോർഡ് ആമേൻ ബാരാക്കും ശിംശോനുമെല്ലാം ആമേൻ രാജ്യത്തെ കീഴടക്കി. ഇന്ന് പകൽ നിന്റെ വിടുതലും വ്യത്യസ്തമായ വഴികളിലൂടെയല്ല. ഈ സന്ദേശം എവിടെ ഇരുന്ന്
കേൾക്കുന്ന ആരും ആകട്ടെ അവരോട് ഇന്ന് പകൽ പറയാനുള്ള ദൈവത്തിൻ്റെ സന്ദേശം, നിങ്ങളുടെ വിടുതലും 21-ാം നൂറ്റാണ്ടിൽ 2026-ൽ യേശുക്രിസ്തുവിലുള്ള വിശ്വാസത്താലാണ് വിടുതൽ. ദൈവവചനത്താലാണ് വിടുതൽ. വചനത്തിലുള്ള വിശ്വാസമാണ് നിന്നെ വിടുവിക്കുന്നത്. നീ ദൈവത്തിൽ വിശ്വസിച്ചാൽ, യേശുവിൽ വിശ്വസിച്ചാൽ, വചനത്തിൽ വിശ്വസിച്ചാൽ, വാഗ്ദത്തത്തിൽ വിശ്വസിച്ചാൽ, നിനക്കും ഇന്ന് പകൽക്കാലം ഒരു വിടുതൽ എൻ്റെ ദൈവം വെച്ചിട്ടുണ്ട്. വിശ്വാസം കൂടാതെ ദൈവത്തെ പ്രസാദിപ്പിക്കാൻ ആർക്കും കഴിയത്തില്ല. ദൈവത്തിൻ്റെ അടുക്കൽ വരുന്നവൻ ദൈവമുണ്ടെന്നും തന്നെ വിളിച്ചപേക്ഷിക്കുന്ന ഏവർക്കും പ്രതിഫലം കൊടുക്കുന്നു എന്നും വിശ്വസിക്കേണ്ടതല്ലോ, എന്നും വിശ്വസിക്കേണ്ടതല്ലോ. മേൻ. അപ്പം ഇവള് വിശ്വസിച്ചു. എന്തുകൊണ്ട്? എന്തോ പറഞ്ഞാട്ടെ, അവള് വിശ്വസിച്ചു. അകത്തുമല്ല വിശ്വാസം വ്യാപരിക്കുന്നുണ്ടോ? വിശ്വാസം വ്യാപരിക്കുന്നുണ്ടോ? വിശ്വാസം കാണുന്നത് പ്രവൃത്തിയാലാണ്. തൊട്ടപ്പോഴാണ് അവളുടെ വിശ്വാസം വെളിപ്പെട്ടത്. കുഴി വെട്ടിയപ്പോഴാണ് അവരുടെ വിശ്വാസം വെളിപ്പെട്ടത്. വടി നീട്ടിയപ്പോഴാണ് അവരുടെ വിശ്വാസം വെളിപ്പെട്ടത്. പുതപ്പെടുത്തടിച്ചപ്പോഴാണ് വെളിപ്പെട്ടത്. വെറും പാത്രങ്ങൾ വായ്പ വാങ്ങിച്ചപ്പോഴാണ് വെളിപ്പെട്ടത്. പന്തിയിൽ ഇരുന്നപ്പോഴാണ് വിശ്വാസം വെളിപ്പെട്ടത്. യേശുവിൻ്റെ നാമത്തിൽ പ്രവൃത്തി കൂടാതെ നിന്റെ വിശ്വാസം തെളിയിക്കാൻ പറ്റത്തില്ല. വിശ്വാസമുള്ളവൻ വീട്ടിൽ പ്രാർത്ഥന വയ്ക്കും. വിശ്വാസമുള്ളവൻ യോഗത്തിന് വരും. വിശ്വാസമുള്ളവൻ ആത്മാവിൽ ആരാധിക്കും. വിശ്വാസമുള്ളവൻ വചനവുമായി, വിശ്വാസമുള്ളവൻ സുവിശേഷം പ്രസംഗിക്കും. വിശ്വാസമില്ലാതെ ഒന്നും നടക്കത്തില്ല. ഏതാത്മീയ വിടുതലിൻ്റെയും അടിസ്ഥാനം വിശ്വാസമാണ്. മനസ്സിലാവുന്നുണ്ടോ? ഹല്ലേലൂയ, സ്തോത്രം. അപ്പോൾ അവൾ വിശ്വസിച്ചു. അടുത്ത് നമ്മൾ വായിക്കുന്നത്, ഷീ പ്ലാൻസ് ടു ടച്ച് ഹിസ് ക്ലോക്ക്. അവൾ ഈ യേശുക്രിസ്തുവിൻ്റെ വസ്ത്രത്തിൻ്റെ തൊങ്ങലിൽ അവൾ തൊട്ടു. ഉറങ്ങല്ലേ? സ്തോത്രം പറഞ്ഞാണ്ട്. എന്താ ശരീരത്തെ തൊടാഞ്ഞ്? ഒരു ആൻസർ പറ, ഞാൻ നിങ്ങളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നു. കയ്യിൽ തൊടാഞ്ഞെന്താണ്? കാലിൽ തൊടാഞ്ഞെന്താണ്? ഷോൾഡറിൽ തൊടാഞ്ഞെന്താണ്? അറിയും. പിന്നെ വിശ്വസിച്ചു. പിന്നെ പറ. ഭയമായിരുന്നു. പിന്നെ അശുദ്ധൻ. അതാണ് അതിൻ്റെ റൂട്ട്. ഇസ്രായേലിലെ റബ്ബിയാണ് യേശു. റബ്ബിയാണ്, ഗുരുവാണ് യേശു. ഗുരുവിനെ അശുദ്ധമാക്കാൻ ഞാനില്ല. അതുകൊണ്ട് അവൻ്റെ ശരീരത്തിൽ ഞാൻ തൊടുന്നില്ല. എനിക്ക് അവൻ്റെ വസ്ത്രത്തിൻ്റെ തൊങ്ങലിൽ തൊട്ടാൽ മതി. അവൾക്ക് തൊടുന്നതിന് പരിമിതിയുണ്ട്. പക്ഷേ എങ്കിലും എവിടെങ്കിലും അവനുമായി ബന്ധമുള്ള ആ വസ്ത്രത്തിൻ്റെ ഒരു ഭാഗത്ത് തൊട്ടേക്കാം. ഇന്ന് പകൽ ഒരു കാര്യം ഞാൻ പറയാം, അവനെ തൊട്ടാലും അവൻ അശുദ്ധനാകത്തില്ല. പാരമ്പര്യത്തിൻ്റെ യഹൂദന്മാരുടെ പാരമ്പര്യപ്രകാരമുള്ള പല റബിമാരും അശുദ്ധമായാലും യേശുവെന്ന റബി അശുദ്ധമാകത്തില്ല. കാരണം ഇത് അങ്ങോട്ട് വ്യാപരിക്കത്തില്ല, അവിടുന്ന് ഇങ്ങോട്ട് വ്യാപരിക്കുന്നൊരു ശക്തിയുണ്ട്. അവള് തൊട്ടത് ഗുരു അശുദ്ധമാകാതിരിക്കാനാണ്. ഉടകം ബലകം ദുലപതി രഗതപ രഗതന ഭൗഡവ ശംബര രേബൽ ഘടകജരാത ഘടകസ്. ഹല്ലേലൂയ. ഉറങ്ങല്ലേ, ഉറങ്ങല്ലേ. ഇപ്പം ഈ ആത്മാവിൽ ശുശ്രൂഷിക്കാത്തവരുടെ പ്രസംഗത്തിനായെന്ന് എങ്ങനെ ഇരിക്കും? അതാ ഞാൻ ചോദിക്കുന്നത്. ഇത്ര ആത്മാവിൻ്റെ അന്തരീക്ഷത്തിൽ നിന്ന് കൃത്യമായ വചനം വിഭാഗിച്ച് ദൂതുകൾ പ്രസംഗിക്കുന്നവരുടെ നടുവിലിരുന്നുറങ്ങുന്നെങ്കിൽ ഒരു സാധാരണ പ്രസംഗക്കാരൻ്റെ കീഴിലിരുന്നാൽ എങ്ങനെ ഇരിക്കുമെന്നാണ് ഞാൻ ചോദിക്കുന്നത്. ഹലോ, പിടികിട്ടുന്നുണ്ടോ? അവൾ ന്യായപ്രമാണം പാലിച്ചു. അവൾ നിയമമനുസരിച്ചു. ഞാൻ മുഖാന്തരം വേറൊരാൾ അശുദ്ധനാകാൻ പാടില്ല.
ഹല്ലേലൂയാ. ഈ മനസാക്ഷി നല്ലതാണെങ്കിൽ നിയമതടസ്സം ഉണ്ടെങ്കിലും നിനക്കൊരു വഴി ദൈവം വെച്ചിട്ടുണ്ട്. നീ ഉടായിപ്പാണെങ്കിൽ ഒരു വഴിയിലൂടെ തൊട്ടാ പോലും നിന്റെ മേൽ ശക്തി വ്യാപരിക്കത്തില്ല. തുറന്ന് കരങ്ങളടിച്ച് ആത്മനിറവിൽ ദൈവത്തെ സ്തുതിക്കാം. നിന്റെ മനസാക്ഷി, നിന്റെ ജീവിതം നിർമ്മലമാണെങ്കിലും നിയമ തടസ്സം നിനക്കുണ്ടെങ്കിൽ പോലും ഉടപരകസ്ഥന നിനക്കൊരു വഴി ദൈവം വെച്ചിട്ടുണ്ട്. ആ വഴി വസ്ത്രത്തിൻ്റെ തൊങ്ങലിൽ തൊടുന്ന വഴിയായിരിക്കും. സ്തോത്രം. ഹല്ലേലൂയ. ഷീ ബിലീവ് ഇൻ ജീസസ്. അവൾ യേശുവിൽ വിശ്വസിച്ചു. ഷീ ടച്ച് ഇൻ ജീസസ് ഗാർമെന്റ്സ്. യേശുവിൻ്റെ വസ്ത്രത്തിൽ അവൾ തൊട്ടു. ശ്രദ്ധിക്കണം, തൊട്ടു. അവൾ എന്ത് പ്രതീക്ഷിച്ചായി തൊട്ടത്? സൗഖ്യം പ്രാപിക്കുമെന്ന് വിശ്വസിച്ചു. ഈ ശക്തി പുറപ്പെട്ടെന്ന് ആണല്ലോ നമ്മൾ വായിക്കുന്നത്. എങ്കിൽ നിന്ന് ശക്തി പുറപ്പെട്ടു. പക്ഷെ അവള് ഈ തിയോളജി അറിഞ്ഞുകൊണ്ട് തൊട്ടതാണോ? പറ. അല്ല. എല്ലാ തിയോളജിയും തലേ കയറിയില്ലെങ്കിലും നിന്റെ അകത്ത് വിശ്വാസം കയറിയാൽ യേശുവിൻ്റെ നാമത്തിൽ ഒരു വിടുതൽ നിനക്കുണ്ട്. ഡബര ജഗതല വൈഡജാലകഥന വൈഡാംബരാധ ഗക്ഷമാജം മാധവേദകസ്തരാജനാദി. തിയോളജി അല്ല നിന്നെ വിടുവിക്കുന്നത്. നിന്റെ അകത്ത് വിശ്വാസം വ്യാപരിച്ചോണം. അമ്പരാപരാധകനാദിക ശാംബരാജലഘടകസി. സ്തോത്രം. എങ്കിൽ നിന്ന് ശക്തി പുറപ്പെട്ടു എന്ന് യേശു ഉള്ളിൽ അറിഞ്ഞു. ശ്രദ്ധിക്കണം, ഈ ശക്തി പുറപ്പെട്ടെന്നേ പറഞ്ഞോളൂ അല്ലേ? ഏതെല്ലാം ശക്തിയുണ്ട്? ഞാൻ ചിലതിൻ്റെ ഓർമ്മയിൽ വന്നത് കുറിച്ചു. മാൻ പവർ ഉണ്ട്, മാനുഷിക ശക്തി. മാൻ പവർ സപ്ലൈ എന്ന് പറയുന്നത് ഒരു വിഭാഗം തന്നെയാണ്. മണി പവറുണ്ട്, പണത്തിൻ്റെ ഒരു പവറുണ്ട്. സ്തോത്രം. ഇപ്പം അദാനി മോദിയോടൊരു കാര്യം പറഞ്ഞാൽ മോദിക്ക് നിഷേധിക്കാനൊക്കത്തില്ല. അംബാനി പറഞ്ഞാൽ നിഷേധിക്കാനൊക്കത്തില്ല മോദിയോടും. ഞാൻ പറഞ്ഞാൽ തിരിഞ്ഞു നോക്കണമെന്നില്ല. കാര്യം അംബാനിയും അദാനിയും പണമുള്ളവരായതുകൊണ്ട് രാജ്യത്തെയും രാഷ്ട്രത്തെയും രാഷ്ട്രീയത്തെയും ഒക്കെ നിയന്ത്രിക്കുന്ന വൻ സ്രാവുകളായതുകൊണ്ട് എന്താ പറയുന്നു അതുപോലെ ചെയ്യും. മണി പവറാണ്. ആമേൻ. അടുത്തത് മിലിറ്ററി പവറുണ്ട്, സൈന്യത്തിൻ്റെ ശക്തി. കേരള പോലീസിന് കഴിയാതെ വരുന്ന, കൺട്രോൾ ചെയ്യാൻ കഴിയാതെ വരുന്ന, ഇവിടെ ശബ്ദം ഉണ്ടാക്കരുത്, വിഷയങ്ങൾക്ക് കേന്ദ്രത്തിൽ നിന്ന് ആർമിയെ അയക്കും. ഹലോ, അതൊക്കെ ഇവിടെ തന്നെ ഉണ്ടോ? അതാണ് മിലിറ്ററി പവർ. മേൻ. ഇപ്പോൾ ഗൾഫ് മേഖലകളിലേക്ക് USSൻ്റെ എബ്രഹാം ലിങ്കൺ എന്ന് പറയുന്ന കപ്പലെടുത്തിരിക്കുകയാണ്. ആയിരക്കണക്കിന് ടൺ ഭാരമുള്ള കപ്പലാണ് എടുത്തിരിക്കുന്നത്. അതിനകത്തൊക്കെ ഫൈറ്റർ ബോംബർ വിമാനങ്ങൾ അടുക്കി ഇങ്ങനെ വെച്ചിരിക്കുകയാണ്. ഏറ്റവും വലിയ കപ്പലാണത്. അത് മിലിറ്ററി പവറിൻ്റെ ഭാഗമാണ്. ദൈവത്തെ സ്തോത്രം. ഹല്ലേലൂയ. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത്, ഈ കപ്പൽ, പടക്കപ്പൽ അടുത്തു വരുന്നത് കാണുമ്പോൾ ചിലർ പത്തി മടക്കും. മനസ്സിലാവുന്നുണ്ടോ? പക്ഷേ ആ ശക്തിയും അല്ല ഇത്. ഹോഴ്സ് പവറുണ്ട്, കുതിരശക്തി എന്ന് പറയും. അപ്പോൾ മാൻ പവർ, മണി പവർ, മിലിറ്ററി പവർ, ഹോഴ്സ് പവർ, ഇതിനെയെല്ലാം വരുന്ന ഒരു ശക്തിയുണ്ട്, ഡിവൈൻ പവർ, ദൈവശക്തി. നിന്റെ മേൽ വ്യാപരിക്കേണ്ടത് ഈ ശക്തിയാണ്.
ചില മരുന്ന് കഴിച്ചാൽ ഹോഴ്സ് പവർ ഉണ്ടാകുമെന്ന പരസ്യം നമുക്ക് കാണാൻ പറ്റും. പക്ഷേ ആ ശക്തി വ്യാപരിച്ചാൽ നീ നന്നാവണമെന്നില്ല, നിന്നെ നശിപ്പിക്കാനുള്ള പരസ്യമാമത്. പക്ഷെ നിന്റെ ശരീരത്തിൽ ഈ ഡിവൈൻ പവർ എന്ന് വ്യാപരിച്ചാലുണ്ടല്ലോ, പരിശുദ്ധാത്മ ശക്തി വ്യാപരിച്ചാലുണ്ടല്ലോ, നിന്റെ വിഷയത്തിന് ഓൺ ദ സ്പോട്ടിൽ വിടുതല, ഓൺ ദ സ്പോട്ടിൽ വിടുതല. ഹല്ലേലൂയ. അതിനവിടെ പറഞ്ഞിരിക്കുന്നത് ഇൻസ്റ്റൻറ്റ് ഹീലിംഗ് എന്നാണ്. എന്താണ് ഇൻസ്റ്റൻറ്റ് ഹീലിംഗ് എന്ന് പറഞ്ഞാൽ ഇന്ന് വന്ന് ചീട്ടെടുത്തു, നാളെ വന്ന് എക്സ്റേ എടുത്തു, മറ്റന്നാൾ ആൻജിയോഗ്രാം നടത്തി, സ്തോത്രം. അതിൻ്റെ പിറ്റേന്ന് ബൈപ്പാസും കഴിഞ്ഞ് 3 മാസത്തെ റെസ്റ്റും എടുത്തു കഴിഞ്ഞപ്പോൾ അച്ചായൻ സൗഖ്യമാകാനായി എന്നല്ല ഇവിടെ എഴുതിയിരിക്കുന്നത്. തൊട്ടപ്പോൾ തന്നെ ബാക്കി സകല പരിപാടികളും ക്യാൻസൽ ചെയ്യിച്ച് യേശുക്രിസ്തുവിൻ്റെ നാമത്തിൻ്റെ വലിപ്പ നിമിത്തം ആ ദൈവശക്തി ഇവളിലേക്ക് വ്യാപരിച്ചു. നമ്മൾ വേണ്ടവരെല്ലാം കരങ്ങളടിച്ച് ആത്മനിറവ് ദൈവത്തെ സ്തുതിച്ചാട്ടെ. ദൈവത്തെക്കാൾ വലിപ്പമുള്ളവർക്കൊന്നും ഇത് പകരുന്നില്ല. വേണ്ടവർക്കാണ്, ദാഹമുള്ളവർക്കാണ്, ആവശ്യക്കാർക്കാണ്. യേശുവിൻ്റെ കൂടെ തന്നെ വലിയൊരു പുരുഷാരം പോകുന്നുണ്ടല്ലോ അല്ലേ? ഈ അവരും തട്ടുന്നുണ്ട്, അവരും മുട്ടുന്നുണ്ട് അല്ലേ? വണ്ടിക്കകത്ത് അല്ലേ ദീപക്കിന് ലവള് മുട്ടിയതുപോലെ ഒരുപാട് മുട്ടുകൾ, അതിനേക്കാളും ചിലപ്പോൾ മെച്ചമായ മുട്ടുകളൊക്കെ അങ്ങോട്ടുമൊക്കെ വന്ന് കാണും. പക്ഷെ അവിടെ നിന്നും മുട്ടിയാൽ ഈ ശക്തി വ്യാപരിക്കത്തില്ല. തിരക്കുള്ള ബസ്സിൽ കയറിയാൽ മുട്ടും, ട്രെയിനകത്ത് കയറിയാൽ മുട്ടും, സ്തോത്രം. പക്ഷെ ആ മുട്ടലല്ല ഈ മുട്ടല്. വീട്ടിൽ നിന്ന് തീരുമാനമെടുത്ത്, സ്തോത്രം, യേശുവിൻ്റെ വാർത്ത കേട്ടിട്ട് അവൻ്റെ ദേഹത്ത്, അവൻ്റെ ശരീരത്തിൽ, അവൻ്റെ വസ്ത്രത്തിൻ്റെ തൊങ്ങലിൽ തൊട്ടാൽ സൗഖ്യം വരുമെന്ന് വിശ്വസിച്ച് വന്ന് ആ വസ്ത്രത്തിൻ്റെ തൊങ്ങലിൽ തൊട്ടപ്പോൾ അവനിൽ നിന്നൊരു ശക്തി പുറപ്പെട്ടെങ്കിൽ ഇന്ന് പകൽ നിന്റെ വിഷയം ഏതാ? നീ ചുമക്കുന്ന ബാധയേതാ? നീ ചുമക്കുന്ന രോഗമേതാ? നീ ചുമക്കുന്ന പ്രതിസന്ധി ഏതാ? അതിനെ അവനിൽ നിന്നൊരു ശക്തി പുറപ്പെടട്ടെ. സ്തോത്രം. ഈ വലിയ ടാങ്ക്, വാട്ടർ ടാങ്കിനകത്ത് നിറച്ച് വെള്ളമുണ്ട് അല്ലേ? പക്ഷെ നിങ്ങളുടെ വീട്ടിൽ വെള്ളം വരണമെങ്കിൽ എന്ത് ചെയ്യണം? ആ ടാങ്കിൽ നിന്നുള്ള കണക്ഷൻ ഇങ്ങനെ പഞ്ചായത്തിൽ വന്ന്, പിന്നെ ആ വാർഡിൽ വന്ന്, പിന്നെ അവിടുത്തെ ആ പഞ്ചായത്ത് പൈപ്പിനകത്തൂടെ നിങ്ങളുടെ വീട്ടിലേക്ക് വന്ന് കണക്ട് ചെയ്തെങ്കിലേ നിങ്ങൾ ടാപ്പ് തുറക്കുമ്പോൾ ആ ടാങ്കിലെ വെള്ളം കിലോമീറ്ററുകൾ സഞ്ചരിച്ച് നിങ്ങളുടെ വീട്ടിലെത്തുള്ളൂ. ഈ കണക്ഷൻ ഇല്ലാതെ വെള്ളം തരണമെന്നും പറഞ്ഞ് സഭാകൂടി വന്നിരുന്നാലൊന്നും വരികയില്ല. ചുമ്മാതെ തുറക്കാമെന്നുള്ളതേ ഉള്ളൂ. പഞ്ചായത്ത് പൈപ്പിൽ നിന്ന് പോലും വരുന്ന ഈ വെള്ളം പോലും കിട്ടുകയില്ല. ചിലരൊക്കെ ചുമ്മാതെ വന്നിരുന്നിട്ട് എഴുന്നേറ്റ് അങ്ങ് പോവുക. ഹലോ, കഴിഞ്ഞ സഭായോഗത്തിലും ഒന്നും നടന്നില്ല, ഈ സഭായോഗത്തിലും ഒന്നും നടന്നില്ല, ഇനി നാളെ നടക്കാൻ പോകുന്ന സഭായോഗത്തിലും ഒന്നും നടന്നില്ല, കഴിഞ്ഞ ഉപവാസ പ്രാർത്ഥനയിലും നടന്നില്ല, ഇതിനകത്തും നടന്നില്ല, ഇനി നടക്കാൻ പോകുന്നതിനകത്തുമില്ല. പിന്നെ എന്നാ നീ ഒരു വിടുതൽ പ്രാപിക്കുന്നത്? യേശുവിൻ്റെ നാമത്തിലൊന്ന് ഏൽപ്പിച്ചു കൊടുക്കാൻ തയ്യാറാകുക. നാളുകളായി നീ ചുമക്കുന്ന ചില ഭാരമുള്ള നിന്റെ വിഷയങ്ങളുണ്ടല്ലോ, അതിനകത്തൊരു പരിഹാരം തരാൻ ഇന്ന് പകൽ യേശു ഇവിടെയുണ്ട്. ഇന്ന് പകൽ നീ വിശ്വാസത്തോടെ വിശ്വാസത്തോടെ ഹല്ലേലൂയ. യേശു പറയാണ്, എങ്കിൽ നിന്ന് ശക്തി, ഈ ശക്തി അയക്കുന്നവന് അറിയാൻ പോയെന്ന്. പക്ഷെ വേറെ ആരും, കൂടെ നിന്നവരാരും തിരിച്ചറിഞ്ഞില്ല. ഇനി അടുത്തൊരു പ്രയോഗമുണ്ട്, അവൾ ശരീരത്തിൽ അറിഞ്ഞു. എങ്കിൽ നിന്ന് ശക്തി പുറപ്പെട്ടു എന്ന് യേശു അറിഞ്ഞു,
2, വിശ്വാസത്തോടെ തൊട്ടവൾ അറിഞ്ഞു അവളുടെ ശരീരത്തിൽ വന്നെന്നു. അപ്പോൾ സഭായോഗത്തിന് 50 പേര് വന്നാലും ഒരാൾ മാത്രമേ വിശ്വാസത്തോടെ തൊടുന്നെങ്കിൽ ആ ആളും യേശുവും മാത്രം അറിയും. അവിടെയാണ് വിടുതൽ. ബാക്കി 49 പേരും വന്നിട്ട് വെറുതെ തട്ടിയും മുട്ടിയിട്ടും പോകാം. ഉടകര ബലരകതല വൈഡജാനക സ്തനാദി. നിന്റെ വിടുതൽ നിന്റെ കയ്യിലാണ്. നിന്റെ വിടുതൽ നിന്റെ നാവിലാണ്. നിന്റെ വിടുതൽ നിന്റെ ഹൃദയത്തിലാണ്. നിന്റെ വിടുതൽ നിന്റെ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. നിന്റെ വിടുതൽ ഇന്ന് പകലാണ്. നിന്റെ വിടുതൽ ഇപ്പോഴാ. നഗരം ബലതുര ബലകര ജഗതന ബൗഡപരാധകന. നീ വാ പൂട്ടി വെച്ചേക്കാണ്. ദൈവത്തിന് മഹത്വം കൂടെ. വാ തുറന്ന് ദൈവത്തിന് മഹത്വം കൂടെ. യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ ഇന്ന് പകൽ നിന്നിലേക്കൊരു ശക്തി വ്യാപരിക്കുക. നീ അറിയണം, യേശു അറിയണം. യേശുവിനും അറിയാം, നിനക്കും അറിയാം വിടുതൽ. അവനും അറിയത്തില്ല, യേശുവിനും അറിയത്തില്ല. അവക്കും അറിയത്തില്ല, യേശുവിനും അറിയത്തില്ല. എന്തിനാ യോഗത്തിന് വന്നേ? വല്ലതും മനസ്സിലാവുന്നുണ്ടോ? എന്തിനാ യോഗത്തിന് വന്നേ? ഹല്ലേലൂയ. അവൾ വരാൻ അർഹതയുള്ളവളല്ല. അവൾക്ക് വരാൻ ക്ഷണമില്ല. ന്യായപ്രമാണം അവളെ വിലക്കുന്നു. പക്ഷെ കൂടെ നടക്കുന്നതിന് അത്തരം പ്രശ്നങ്ങളില്ല. പക്ഷെ അവർ വിടുതൽ പ്രാപിക്കുന്നില്ല. മറ്റവൾ വന്ന് വിടുതൽ പ്രാപിക്കുക. യേശുവിന്റെ നാമത്തിൽ ഇന്ന് പകൽ വരാൻ വിലക്കുള്ളവൾ വിടുതൽ പ്രാപിക്കുമ്പോൾ വിലക്കില്ലാത്തവർ വെറുതെ പോകുകയാ. നീ അങ്ങനെ പോകരുത് കേട്ടോ. നിന്നെ കാത്തൊരു വിടുതൽ ഇന്ന് പകൽ യേശുവിൽ നിന്ന് വെളിപ്പെട്ടു വരുന്നുണ്ട്. നിനക്കത് വിശ്വസിക്കാൻ കഴിയണം. എന്നാൽ നിന്റെ വീടിനകത്തത് വെളിപ്പെട്ടു വരാനിടയാണ്. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. അടുത്തത് 2 പദമാണ്. ഒന്ന്, ബാധ ഒഴിഞ്ഞു. എന്ത് പറഞ്ഞു? എന്ത് സംഭവിച്ചു? യേശു ആണ് പറയുന്നത് ബാധ ഒഴിഞ്ഞെന്ന്. ഡോക്ടർ ബാധയുടെ കാര്യം വല്ലതും പറഞ്ഞോ? അവർക്ക് തെളിഞ്ഞില്ല. ഹലോ, പിടിയിടുന്നുണ്ടോ? അവർക്ക് തെളിഞ്ഞില്ല. ഡോക്ടർമാർക്കെല്ലാം തെളിയത്തില്ല. പക്ഷെ ആത്മാവിന് ചിലത് തെളിയും. ഈ അടുത്ത സമയത്തൊരു വലിയ ഡോക്ടറോട് തൂത് പറഞ്ഞപ്പോൾ രോഗത്തിൻ്റെ കാര്യം പറഞ്ഞു. ഹലോ, ശ്രദ്ധിക്കണേ. അവർക്ക് തെളിയാത്തത് ആത്മക്കണ്ണിൽ തെളിയും. ഹലോ, നിങ്ങളിവിടെ ഉണ്ടോ? സ്തോത്രം. ഈ കക്കിടുമൺ ഭാഗത്ത് ചില വർഷങ്ങൾക്ക് മുമ്പ് ഞാനൊരു യോഗത്തിന് വന്നു. സ്തോത്രം. ഒരു സഹോദരിയോട് പറയണം, നിൻ്റെ അരയ്ക്ക് അലർജി പോലെ ചിലത് അലട്ടി നിന്നെ നാളുകളായി രോഗിയാക്കി വെച്ചിരിക്കുന്നു. ഇന്ന് നിൻ്റെ കെട്ടഴിയ. ഒരു പാഷയുടെ അമ്മയുടെ സൗഖ്യത്തിന് വേണ്ടിയാണ് അന്ന് ആ മീറ്റിങ്ങിന് എന്നെ വിളിച്ചിരിക്കുന്നത്. അവരുടെ രോഗം മാറിയാന്ന്. ഈ കൊച്ചിൻ്റെ അപ്പൻ വന്ന് എന്നോട് പറഞ്ഞു, പാസ്റ്ററെ, വർഷങ്ങളായിട്ട് അവൾക്ക് ആ പ്രയാസമാണ്. അതാ ഞാനത് തിരിച്ചറിഞ്ഞത്. മനസ്സിലാവുന്നുണ്ടോ? എന്ന് പറഞ്ഞാൽ വേറെ എത്ര നന്നായി വസ്ത്രം ധരിച്ചാലും നിന്റെ അകം കാണുന്നൊരു ദൈവമുണ്ട്. ഇന്ന് പകലാണ് നിന്റെ വിടുതൽ ദൈവം നാമെ തീരുമാനിച്ചിരിക്കുന്നതെങ്കിൽ യേശുവിൻ്റെ നാമത്തിൽ ഒരിക്കൽ കർത്താവിനെ സൗഖ്യമാക്കുമെന്ന് നീ വിശ്വസിച്ചുകൊണ്ട് വന്നാൽ നിന്നെ അന്ന് സൗഖ്യമാക്കും കർത്താവ്. ൂഢവൽക്കമന ദുരാപരക്ഷ സന്ധി മാർത്തുരാജകലം മണ്ടച്ചുടുമിരി ചട്ടവേദിഘട്ടം പിരമതുന കടാംബരാതി വൈഡമേനകക്ഷകസ്യാന്തര. അതുകൊണ്ട് നീ വിശ്വസിച്ചത്തോട് നിനക്ക് പറയാൻ മടിയുള്ള സ്ഥലത്താണ് ആ രോഗമെങ്കിലും അതും എൻ്റെ കർത്താവ് കണ്ട് നിന്നെ വിടുവിക്കുന്ന ദൈവമാണ്. ബാധ ഒഴിഞ്ഞു. ഞാനീ പറഞ്ഞത് ഷാരോനിലൊരു അനുഗ്രഹിക്കപ്പെട്ട പാസ്റ്ററിൻ്റെ വിദേശത്ത് ശുശ്രൂഷ ചെയ്ത ഒരു പാസ്റ്ററിൻ്റെ അമ്മയുടെ കാര്യമാണ് ആദ്യം പറഞ്ഞത്. അത് സൗഖ്യമായി കേട്ടോ. പിന്നെ ഒരുപാട് മീറ്റിങ്ങുകൾ എനിക്ക് കിട്ടി. സ്തോത്രം.
ഞാൻ പറഞ്ഞു വരുന്നത് ശ്രദ്ധിക്കണേ. ഹല്ലേലൂയ. അടുത്തത് സ്വസ്ഥത വന്നു. ഇത് ഗോൾഡനിൽ പോയാൽ കിട്ടത്തില്ല. ബാങ്കിൽ നിന്ന് കാശെടുത്താലും ഇത് കിട്ടുന്നില്ല. കിട്ടുമോ? പറ. കിട്ടുകയില്ല. മൂത്ത മോൻ അമേരിക്കയിൽ നിന്ന് വിളിച്ചാലും ഇത് കിട്ടത്തില്ല. രണ്ടാമത്തത് UK എന്ന് വിളിച്ചാലും കിട്ടത്തില്ല. ഹലോ, നിർത്തുക, നിങ്ങൾ വിഷമിക്കണ്ട. ചില വിഷയങ്ങളിൽ നിന്റെ സ്വസ്ഥത കെടുത്തുന്നുണ്ട്. 12 കൊല്ലമായി കെട്ടതാ. 1 പതിറ്റാണ്ടിലേറെയായി ഇവരുടെ സ്വസ്ഥത കെട്ടതാണെന്ന്. നിന്റെ സ്വസ്ഥതയില്ലാത്ത ചില വിഷയങ്ങൾക്കകത്ത് ഇന്ന് പകൽ നീ ഒന്ന് വിശ്വസിക്കാൻ തയ്യാറായാൽ സ്വസ്ഥത കെടുത്തുന്ന ബാധകളെ ശാസിച്ച്, സ്വസ്ഥത കെടുത്തുന്ന പോരാട്ടങ്ങളെ ശാസിച്ച്, സ്വസ്ഥത കെടുത്തുന്ന പൈശാചിക മണ്ഡലങ്ങളെ ശാസിച്ച്, സ്വസ്ഥത കെടുത്തുന്ന അതിൻ്റെ റൂട്ടുകളെ ശാസിച്ച് ഇന്ന് പകൽ നിനക്ക് സ്വസ്ഥത തരിക എൻ്റെ ദൈവം. എഴുന്നേറ്റോ, നമുക്കൊന്ന് സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കാം. സ്വസ്ഥത വീടിനകത്തുണ്ടോ? സ്വസ്ഥത ശരീരത്തിലുണ്ടോ? ചിന്തിക്കണേ.